കാശ്മീരിന്റെ ആദ്യ ഫലസൂചന കൂടി, കാശ്മീരിന്റെ ആദ്യ എക്സിറ്റ് പോൾ ഫലസൂചനകൾ കൂടി ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിക്കുകയാണ്. റിപ്പബ്ലിക് ടിവിയുടെ എക്സിറ്റ് പോൾ ഫലങ്ങൾ വരുന്നു. കാശ്മീരിൽ തൂക്കു മന്ത്രിസഭ എന്നതാണ്, തൂക്ക് നിയമസഭ എന്നതാണ് നമ്മൾ തൂക്ക് മന്ത്രിസഭ വരാൻ പോകുന്നു എന്നുള്ളതാണ്. നിയമസഭ ആർക്കും വ്യക്തമായ ഭൂരിപക്ഷമില്ല. BJP-ക്ക് 28 മുതൽ 30 വരെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് 31 മുതൽ 36 വരെ, PDP-ക്ക് 5 മുതൽ 7 വരെ, മറ്റുള്ളവർക്ക് 8 മുതൽ 16 വരെ. ഒരു കക്ഷിക്കും വ്യക്തമായ ഭൂരിപക്ഷം കാശ്മീരിലില്ല എന്നുള്ളതാണ്. അപ്പൊ തൂക്കു നിയമസഭ വരുന്ന ഒരു സംശയവുമില്ല. ഞാൻ അതിന്റെ കാര്യത്തിലേക്ക് വരാം. അതിനകത്ത് പ്രധാനമായും പ്രേക്ഷകർ മനസ്സിലാക്കേണ്ടത് ജമ്മു കാശ്മീരിൽ 90 സീറ്റുണ്ട്. അതിൽ 2 റീജിയനാണ്. കാശ്മീർ എന്ന റീജിയനുമുണ്ട്, ജമ്മു എന്ന റീജിയനുമുണ്ട്. ഈ ജമ്മു എന്ന് പറയുന്ന റീജിയനിലാണ് ഹിന്ദു പോപ്പുലേഷൻ ധാരാളമായിട്ടുള്ളത്. കാശ്മീരിലാണ് മുസ്ലിം ഡോമിനേഷൻ ഉള്ളത്. കാശ്മീരിൽ ഈ പറയുന്ന നാഷണൽ കോൺഫറൻസും അതേപോലെ തന്നെ PDP-യും ഒക്കെ ചേർന്ന് ചെറിയ ചെറിയ പാർട്ടികളൊക്കെ ചേർന്ന് അവരുടെ ഈ സീറ്റുകൾ ഇങ്ങനെ ഭിന്നിച്ചു പോവുകയാണ് ചെയ്യുക. അതേസമയം ജമ്മുവിൽ കഴിഞ്ഞ പ്രാവശ്യം ജമ്മുവിൽ നിന്നും മാത്രമാണ് BJP-ക്ക് സീറ്റ് ഉണ്ടായിരുന്നത്. 25 സീറ്റാണ് ആ റീജിയനിൽ നിന്ന് BJP ഒറ്റയ്ക്ക് നേടിയത്. ഇപ്പുറത്ത് 28 സീറ്റ് കാശ്മീർ റീജിയനിൽ PDP-ക്ക് നേടി. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ചേർന്ന് 2014 മന്ത്രിസഭ ഉണ്ടാക്കി. അത് മുഫ്തി മെഹബൂബ മുഫ്തി ആയിരുന്നു അന്ന് മുഖ്യമന്ത്രി. 2018 അവർ പിന്നെ സഖ്യം പൊളിഞ്ഞു പോകുന്നു. പിന്നെ അവിടെ ഗവർണർ ഭരണമാണ് ഉണ്ടായിരുന്നത്. നോക്കൂ, ഇവിടെ ഇപ്പൊ ജമ്മു റീജിയണിൽ മാത്രമാണ് BJP മത്സരിക്കുന്നത് കേട്ടോ. 62 സീറ്റുകളിലെ മത്സരിക്കുന്നുള്ളൂ. 28 സീറ്റുകളിൽ മത്സരിക്കുന്നതേ ഇല്ല BJP. അത് മാത്രവുമല്ല, ഈ പറയുന്ന റഷീദ് എഞ്ചിനീയർ എന്ന് പറയുന്ന AIP-യുടെ ആള്, അദ്ദേഹം ഒരു വലിയ കാശ്മീരി സെപ്പറേറ്റിസ്റ്റ് ആണെന്നൊക്കെ പറയുമ്പോൾ പോലും BJP ആണ് അയാളെ ഫണ്ട് ചെയ്യുന്നതും അയാളെ സ്പോൺസർ ചെയ്യുന്നതും എന്ന് പറയുന്ന ഒരു കാര്യം കൂടി നിൽക്കുന്നുണ്ട്. അതായത് കാശ്മീർ റീജിയണിൽ ഈ പറയുന്ന AIP എന്ന് പറയുന്ന പാർട്ടി ഡാമേജ് ചെയ്യാൻ പോകുന്നത് നാഷണൽ കോൺഫറൻസിനെയാണ്, PDP ആണ്. ആ അർത്ഥത്തിൽ അവരെ താഴത്തേക്ക് കൊണ്ടുവന്നിട്ട് ഈ കോൺഗ്രസിനെയും നശിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ഒരു പ്രോക്സി ആയിട്ട് ഈ റഷീദ് എഞ്ചിനീയറിനെ അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അതുകൂടാതെ 300 സ്വതന്ത്രന്മാരാണ് അരുണെ ഇപ്രാവശ്യം മത്സരിക്കുന്നത്. 90 സീറ്റുകളിൽ 300 സ്വതന്ത്രന്മാരാണ് ജമ്മു കാശ്മീരിൽ മത്സരിക്കുന്നത്. എന്തിനാണത്? BJP ആണ് അവരെ സ്പോൺസർ ചെയ്തിരിക്കുന്നത്. ഈ റിസൾട്ട് നമ്മൾ നോക്കിയാൽ കഴിഞ്ഞ തവണത്തേക്കാൾ നില മെച്ചപ്പെടുത്തുന്നുണ്ട് BJP. 25 സീറ്റിൽ നിന്ന് 28 മുതൽ 30 സീറ്റുകൾ വരെ BJP നേടിയേക്കാം എന്നതാണ് ഈ കണക്കുകൾ പറയുന്നത്. അങ്ങനെ ആണ് എങ്കിൽ നോക്കൂ, ഇവിടെ ഇപ്പോൾ നാഷണൽ കോൺഫറൻസും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും കൂടെയാണല്ലോ സഖ്യമുണ്ടായി. ഒറ്റ സഖ്യമേ അവിടെ ഉള്ളൂ. അത് INC-യും NC-യും ചേർന്നുള്ള സഖ്യമാണ്. അവർക്കൊരു നല്ല നേട്ടമുണ്ടാക്കാൻ കഴിയുകയും PDP ഏതാനും സീറ്റുകൾ നേടിയതാണ് എങ്കിൽ അവിടെ ഈ പറയുന്ന 3 പേരും ചേർന്നുള്ളൊരു മുന്നണി ഉണ്ടാകണം. ഇനിയുണ്ട്. സ്വതന്ത്രന്മാരാണ് അവിടെ കൂടുതൽ സാധ്യതയുള്ളത്. 16 സീറ്റുകൾ വരെ നേടിയേക്കാം. നേരത്തെ പറഞ്ഞ 300 സ്വതന്ത്രന്മാർ മത്സരിക്കുന്ന ജമ്മു കാശ്മീരിൽ 16 സീറ്റുകൾ വരെ നേടിയേക്കാം. സ്വതന്ത്രന്മാർ നിർണായകമാകും. അവിടെ ഒരു തൂക്ക് നിയമസഭ വരും. തൂക്ക് നിയമസഭയിൽ ഒരു കൂട്ടുകക്ഷി മന്ത്രിസഭയിൽ സ്വതന്ത്രന്മാരുടെ പിന്തുണയോട് കൂടിയായിരിക്കും കാശ്മീർ ഭരിക്കാൻ പോകുന്നത്. BJP-ക്ക് അവിടെയുള്ള സാധ്യത മങ്ങുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. BJP ജമ്മു കാശ്മീരിൽ കഴിഞ്ഞ തവണത്തേക്കാൾ നില മെച്ചപ്പെടുത്തുമ്പോഴും അവിടെ ഒരു തൂക്കു നിയമസഭ വരാൻ പോകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ